ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും സ്പെഷ്യലും ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രെഡ് ഐസ്ക്രീമാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതാ എടുത്തിട്ടുള്ള 3 പീസ് ബ്രെഡും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പാലിൽ കിടന്നിട്ട് ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഞാനിതാ ഒരു 12 കാഷ്നട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 അവർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടി പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ഐസ്ക്രീമിന് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴത്തെ ബ്രെഡൊക്കെ പാലിൽ മെൽറ്റായിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഞാനിതൊരു മിക്സർ വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഇതാ 8 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഐസ്ക്രീം ഇതാ നല്ല പെർഫെക്റ്റായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു ബ്രെഡ് ഐസ്ക്രീം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് ഇരിക്കുന്നത്. കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയും ടേസ്റ്റും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. നിങ്ങൾ ഈ ഐസ്ക്രീം കഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നോക്കൂ. കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. ഒരു തവണ നിങ്ങൾ ഈ ഐസ്ക്രീമിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ബ്രെഡ് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.